ദൈവ കരുണയെക്കുറിച്ചുള്ള ധ്യാന വിചിന്തനം നമ്മൾ തുടരുന്നു. കരുണയുടെ നൊവേനയിൽ പങ്കുചേർന്ന് ലോകം മുഴുവൻ്റെ മേലും ദൈവം കരുണ വർഷിക്കുവാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, തടസ്സം മാറ്റിയാൽ കരുണ നമ്മിലേക്ക് ഒഴുകി വരും, അവിശ്വസിച്ചാൽ പണി കിട്ടും എന്ന യാഥാർത്ഥ്യമാണ്. ദൈവകരുണ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയാൽ ദൈവകരുണ ഒഴുകി വരും. കാരണം ഈ കരുണ നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന, വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവകരുണയ്ക്ക് തടസ്സം എന്ന് പറയാവുന്ന 3 കാര്യങ്ങളാണ് വചന വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുക. ഒന്നാമത്തേത് അറിവില്ലായ്മ, രണ്ടാമത്തേത് കരുണയില്ലായ്മ, മൂന്നാമത്തേത് വിശ്വാസമില്ലായ്മ. ഈ 3 കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മളെടുത്ത് തിരുത്തേണ്ടത് തിരുത്തുന്നെങ്കിൽ ദൈവകരുണയ്ക്ക് ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അറിവില്ലായ്മ, നമുക്കറിയാം, ഇഗ്നോറൻസ്. ഇവിടെ ദൈവം ആരാണ്, ആ ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം എന്താണ്, ഇതൊക്കെ അറിയില്ലാത്തവരാണ് ആ കരുണ പ്രാപിക്കാതെ പോവുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 വചനം പറയുന്നുണ്ട്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുണ്ട്. ഈ ദൈവത്തെ അറിയാതിരിക്കുന്നത് ദൈവകരുണ പ്രാപിക്കുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കാം. ഹോസിയയുടെ പുസ്തകം 4-ാം വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു. ദൈവകരുണയെക്കുറിച്ചുള്ള അജ്ഞത നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നാശം നമ്മുടെ ജീവിതത്തിലും വരാം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് കരുണയില്ലായ്മ. യാക്കോബ് 2:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർക്ക് കാരുണ്യപൂർവകമായ ഒരു വിധി ഉണ്ടാവും, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് വിശ്വാസമില്ലായ്മ. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1:15 മുതൽ വായിക്കുമ്പോൾ സക്കറിയ അവിശ്വസിച്ചപ്പോൾ അവനുണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയപ്പോഴാണ് അവൻ ആ ഒരു സംസാരശക്തി തിരിച്ചു കിട്ടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. മത്തായി 13:58 നമ്മൾ കാണുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അവിശ്വാസം മൂലം. അവിശ്വാസം മൂലം ദൈവത്തിൻ്റെ ആ ഒരു കരുണ സ്വീകരിക്കുന്നതിൽ നമുക്ക് വീഴ്ച സംഭവിക്കാം. നമുക്കിത് വെച്ചുകൊണ്ട് ഒരു തടസ്സമായിട്ട്, മെയിൻ തടസ്സമായിട്ട് കാണാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. അതിൽ ഒന്ന്, പക, പ്രതികാരദാഹം. ഇത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നതിന് നിശ്ചയമായിട്ടും തടസ്സമായി മാറും. അതുകൊണ്ടാണ് പ്രഭാഷകൻ 28:1-3 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, അയൽക്കാരോട് പകവെച്ച് പുലർത്തുന്നവർക്ക് കർത്താവിൽ നിന്ന് എങ്ങനെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? അവിടെ പ്രതികാരദാഹം, പക, വിദ്വേഷം, അതൊക്കെ ദൈവകരുണയ്ക്ക് തടസ്സമാകും. രണ്ടാമത്തേതാണ് അവിശ്വാസം. റോമാലേഖനം 11:20 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അവിശ്വാസം നിന്നെ ദൈവത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. അതുകൊണ്ട് അവിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. മൂന്നാമത്തെ കാര്യമാണ് വിഗ്രഹാരാധന. 1-ാം കൽപ്പനയുടെ ലംഘനം അത് വലിയ തടസ്സമായിട്ട് മാറും. ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ എടുക്കാം. ന്യായാധിപന്മാർ 10-ാം അധ്യായം 15-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ദൈവജനം, വിഗ്രഹാരാധന നടത്തിയ ദൈവജനം അവർ പറയുകയാണ്, ദൈവമേ, അവിടുത്തെ കരുണ യാചിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. കാരണം ഞങ്ങൾ ചെയ്തത് അതുപോലത്തെ അപരാധമാണ്. എന്തായിരുന്നത്? വിഗ്രഹാരാധന. എന്നിട്ട് അവർ പറയുകയാണ്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്യാം. ഒരു കാര്യം, ഇപ്രാവശ്യം കൂടി ഞങ്ങളോട് കരുണ കാണിക്കുന്നെങ്കിൽ ഒരിക്കലും ഈ പാപത്തിലേക്ക് ഞങ്ങൾ പോകില്ല. ഈ ഒരു മനോഭാവത്തിൽ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും കരുണ കാണിച്ചിരിക്കും. എസെക്കിയേൽ 9:5 വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ വിഗ്രഹാരാധന എത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, ഒരാളോട് കരുണ കാണിക്കരുത്, ഈ പാപം ചെയ്തവരെ നിഷ്കരണം വധിക്കണം എന്ന് കർത്താവ് നിർദ്ദേശം നൽകുന്നത് അവിടെ കാണാൻ പറ്റും. ലേവ്യരുടെ പുസ്തകം 20:6 വചനം എടുത്താൽ, അന്യദൈവ ആരാധന നടത്തിയാൽ നിങ്ങളെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. അതുകൊണ്ട് ഈ പാപം ഗൗരവമുള്ളതാണ്. എങ്കിലും ദൈവത്തിൻ്റെ കോപം കരുണയാക്കി മാറ്റാനുള്ള വഴികളുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ 1 രാജാക്കന്മാർ 21:27 വായിച്ചാൽ,
ദൈവത്തിൻ്റെ കോപം കരുണയായി മാറുന്നത് കാണാൻ പറ്റും ആഹാബ് രാജാവിൻ്റെ കാര്യത്തിൽ. അവൻ രാജകീയ വസ്ത്രങ്ങൾ മാറ്റി എളിമപ്പെട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം കരുണയായി മാറുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, കരുണ ലഭിക്കാൻ ചില മാർഗങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. സങ്കീർത്തനം 103:17 വചനം പറയാണ്, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുന്നവരിൽ ദൈവം കരുണ വർഷിക്കും. ദൈവഭക്തി, അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. സങ്കീർത്തനം 123 വചനം വായിച്ചാൽ, ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം കരുണ വർഷിക്കും. സങ്കീർത്തനം പറയാണ്, അത് കിട്ടുന്നിടം വരെ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. പുറപ്പാട് 20:6 വായിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും, അവരുടെ വരും തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടും. റോമാലേഖനം 11:22 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവകൃപയിൽ നിലനിന്നാൽ നിനക്ക് കരുണ ലഭിക്കും. വചനത്തിലും ദൈവകൃപയിലും നിലനിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. യോഹന്നാന്റെ സുവിശേഷം 8:31 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഒത്തിരിയേറെ വചനങ്ങൾ ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. യോനായുടെ പുസ്തകം 1:6, സങ്കീർത്തനം 50:15, യൂദിത്ത് 4:9, ലൂക്ക 18:7 ഇതെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. മറ്റൊന്ന്, നമ്മൾ കരുണ കാണിക്കുക എന്നുള്ളതാണ്. മത്തായി 5:7 വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവസാനമായിട്ട് വിനയം വളരെ പ്രധാനപ്പെട്ടതാണ് കരുണ ലഭിക്കാൻ. സുഭാഷിതങ്ങൾ 3:34, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ നൊവേനയുടെ നിയോഗം പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കുട്ടികളും യുവജനങ്ങളും വിവാഹിതരും അവിവാഹിതരും ദൈവത്തെ അറിയുന്നവരും അനുഭവിച്ചവരുമായി മാറുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റെന്തിനേക്കാൾ ലോകത്തിനിന്നാവശ്യം ദൈവകരുണയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തി യേശുവേ, ഞങ്ങളെയും ലോകം മുഴുവനെയും നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. നിന്നിൽ നിന്ന് കരുണ സ്വീകരിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഈ നൊവേനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ നിയോഗങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. കാരുണ്യപൂർവം അവ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. വിശുദ്ധ ഫൗസ്റ്റീനായെ, വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇന്നിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തെയും അവിടുന്ന് പരിഗണിക്കണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.